നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളാണ് നമുക്ക് ജ്യോതിഷ വിചാരം പ്രോഗ്രാമിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോളുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണ്. അയ്യോ സാറേ, എന്തോട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു സാറേ. ആ, എവിടെയാ, തിരക്കാണോ? അല്ലല്ല, തിരക്കല്ല. ശരി, എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് അയ്യോ ആകെ ബ്ലാങ്ക് ആയി പോയി. ആ ശരി, ഓക്കെ. എന്നാ സമാധാനപ്പെടാം. എന്തുകൊണ്ട് വിശേഷം? ഇന്ന് എന്തു കഴിച്ചു രാവിലെ? രാവിലെ ദോശ, അപ്പവും കിഴങ്ങേറി. ആഹാ, ഈ നമ്മുടെ പണ്ടൊക്കെ ഹോട്ടലിൽ കിട്ടുന്നത് കിഴങ്ങേറി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റി. അതുപോലെ വെക്കുവോ? അത് ഒരുവിധം അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വെക്കും. ശരി ശരി. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 17/9/1989. സമയം? ഒരു മിനിറ്റ്, സമയം പറയാം. വലിയ ബഹളമൊക്കെ കേൾക്കുന്നല്ലോ. ഞാനൊരു കടയുടെ വാതിക്കാൻ നിൽക്കുവായിരുന്നു സാറേ. അതാ സാറ് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പടപടപടപടാന്നാ കാര്യങ്ങൾ. 12:15 PM. 12:15 PM. ഇത് മോളുടെ ആണോ? മോളെ രേവതിയാണ് നക്ഷത്രം. ഞായറാഴ്ച ദിവസമാണ്. അന്ന് കന്നിമാസം 1-ാം തീയതിയാണ്. അത് മോൾക്ക് അറിയത്തില്ല, എനിക്കറിയാം. ഓക്കെ മോളെ, മോള് കുറെ കാലമായിട്ട് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തടസ്സങ്ങളൊക്കെയാണ്. പക്ഷെ മോള് വിഷമിക്കരുത്, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് എന്തോ പ്രശ്നം എന്നറിയോ മോളെ? കയ്യിൽ വരെ കൊണ്ടുവച്ചിട്ട് മാറിപ്പോകുന്ന മാതിരി കാര്യങ്ങൾ പൊയ്ക്കൊണ്ട്. അത് തന്നെ എനിക്കാണെങ്കിൽ വീട്ടില് PSCയുടെ അഡ്വൈസ് മെമ്മോ വന്നേ 2011. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അയ്യോ, അതെന്താ? അത് ഇത് മറ്റേ സൂര്യ TVയിൽ പ്രക്ഷേപണം ചെയ്യോ? എന്നാ പിന്നെ ഒന്നും പറയണ്ട. എന്തായാലും അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. അപ്പൊ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. മോളിനി അതിനകത്ത് ടെൻഷൻ അടിക്കരുത്. മോള് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. മോളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലി കിട്ടുന്നതിനും സ്വന്തം കാലിലൊക്കെ നിൽക്കുന്നതിനും കഴിയുന്ന ആളാണ്. പക്ഷെ എന്താണെന്നറിയോ മോളെ, മോള് ടെൻഷൻ ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റണം. അതങ്ങ് മാറണം മോളെ. മോളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാവോ? കുഞ്ഞു കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കും. ഓവർ ടെൻഷൻ ഇന്ന് മുതൽ മാറ്റണം മോളെ. 100% ഉറപ്പായിട്ട് മോൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. പക്ഷെ ജോലി കിട്ടാത്തതിന്റെ കുറ്റവും ഉത്തരവാദിത്വവും മോൾക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം അടുക്കുമ്പോഴത്തേക്ക് ആകെ വെപ്രാളപ്പെടും. അപ്പോഴത്തേക്ക് വയറ്റിൽ നെരിഞ്ഞ് കയറും, ശരീരമൊക്കെ വിയർക്കും, ആകെ ടെൻഷൻ കയറും, മൈഗ്രെയിൻ ഉണ്ടാവും. ആദ്യം കയറുമ്പോൾ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കും, അതോടുകൂടി കംപ്ലീറ്റ്ലി ഡൗൺ ആവും, പോകും. അത് പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? കാമാൻകോയിട്ടല്ല, കുറച്ചുകൂടെ പോസിറ്റീവ് ആവണം. മോള് ഉറപ്പായിട്ട് മോക്ക് കിട്ടുമെന്ന് ചിന്തിക്കണം. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ പാടെ മാറ്റണം. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാ. അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാ. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ചെയ്യുന്നത് നല്ലതാണ് മോളെ. കാരണം മോക്ക് ഏഴരശനി എന്ന് പറയുന്ന ഒരു സമയമാണ്. ആ കാലം മാറും. ധൈര്യമായിട്ട് മുന്നോട്ട്. ഓക്കെ. കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ. നമസ്കാരം. ഹലോ. പറയൂ. ഹരി പത്തനാപുരാണ്. എന്തുകൊണ്ട് വിശേഷം? നല്ല വിഷയം സാർ. താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം. ശരിയാ, എന്തായിരുന്നു? എന്റെ മോളുടെയും മോന്റെയും വിവരം അറിയണമായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് മോളുടെ 94 ഡിസംബർ 2. 94 ഡിസംബർ 2. സമയം ഉച്ചയ്ക്ക് 2:30. 2:15 ഉച്ചയ്ക്ക്. അതെ സർ. അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രം. വെള്ളിയാഴ്ച ദിവസം, വൃശ്ചികം 16-ാം തീയതി. അതെ വൃശ്ചികം 16 വെള്ളിയാഴ്ച. കണ്ടകശനി സമയമാണ് ഇപ്പൊ കേട്ടോ. ഇത് ആരുടെയാ? മകളാ. കണ്ടകശനി സമയമാണ്. മോളോട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം. വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ്. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ് കണ്ടകശനി. മോളെ സംബന്ധിച്ച് ഈ തടസ്സങ്ങളുടെ ഒരു കാര്യമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ മാനസികമായിട്ടും ഒക്കെ കുറച്ചൊരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. പക്ഷെ ജോലി കിട്ടാൻ നല്ല സാധ്യതയുള്ള കുട്ടിയാണ്. ജോലി ഉണ്ട്.
നല്ല അവിടെ തന്നെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നോക്കാൻ പറയണം. ശരി ശരി. മനസ്സിലായോ? കുഞ്ഞുങ്ങള് ആയോ? ഇല്ല, ആയിട്ടില്ല. 4-5 വർഷമായി. അത് കുറച്ചൊരു തടസ്സം വരും ജാതക പ്രകാരം. അതെ. പക്ഷെ എന്നാലും ഉണ്ടാവും മോളെ. ടെൻഷൻ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റാൻ പറയണം. ശരി ശരി. കുഞ്ഞു കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്. ശരി ശരി. അപ്പൊ അവരോട് പറയണം, ഉറപ്പായിട്ട് കുട്ടികളാകും, ഇപ്പോഴത്തെ ഒരു ടെൻഷനേ ഉള്ളൂ, തീർച്ചയായിട്ടും അത് മാറും. എന്തോ? ശരി ശരി. തീർച്ചയായിട്ടും അത് ആവുമെന്ന് പറയണം. ശരി. അതിന് അങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ താങ്കൾ എന്നോട് കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അതെ അതെ അതെ. അതായത് അപ്പൊ ജാതക പ്രകാരം അത്തരത്തിലുള്ള ഒരു സാധ്യത കുറച്ച് ഡിലേ വരാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതെ അതെ. അങ്ങനെ തന്നെ പറയണം. കാരണം അങ്ങനെ പറയുമ്പോൾ ഈ കുട്ടീനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു മാനസികമായി കുറച്ചുകൂടി ഒരു ഇത് വരും. ശരി ശരി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തോളാൻ വേണ്ടി പറയുക. കുഴപ്പമൊന്നുമില്ല, നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു അല്പസമയം കൂടി എടുക്കും. ഇപ്പൊ കുറച്ച് മാനസികമായ സമ്മർദ്ദങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ്. നല്ല ചിന്തകളോടുകൂടിയൊക്കെ കൂടുതൽ പോകാൻ വേണ്ടി പറയണം. കുഞ്ഞു കാര്യങ്ങളിൽ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്. അമ്പലത്തിലൊക്കെ പോകുന്നതിൽ വിശ്വാസമുള്ളവരെ ആണോ? കുറവാ. അപ്പൊ നമ്മളായാലും ഒന്ന് അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങള് ഇപ്പോഴത്തെ സമയത്തൊന്ന് ചെയ്യുന്നത് നല്ലതാ. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്താൽ മതി. കാരണം 2 രീതിയിലാണ്. ഒന്ന് കണ്ടകശനിയാണ്, 2 ബുധദശയിൽ ഇപ്പൊ ശനിയുടെ അപഹാരം നടക്കുകയാണ്. രണ്ടാണെങ്കിലും നമ്മൾ ജ്യോതിഷ നിയമം അനുസരിച്ച് അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലവും നടത്തിയാൽ കൊള്ളാം. അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. അല്ലാതെ താങ്കൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഹലോ. തീർച്ചയായും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാട്ടെ. എന്താ ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.